ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ കൊച്ചു പൂന്തോട്ടത്തിലെ ചെറിയൊരു അടുക്കളത്തോട്ടമുണ്ട്. അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പം നമ്മുടെ അടുക്കളത്തോട്ടം എന്ന് പറഞ്ഞാൽ അവിടെ ഒരുപാട് വെജിറ്റബിൾസ് ഒന്നുമില്ല. പക്ഷേ എനിക്കത് ചെയ്യുന്നത് കൊണ്ട് സമാധാനവും സന്തോഷവും നല്ല രീതിയിൽ കിട്ടാറുണ്ട്. അപ്പോൾ ഞാൻ പറയട്ടെ, ഹാർവെസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും അപ്പോൾ ഈ തോട്ടത്തിൽ ഇവിടെ ചിലവിടുന്ന സമയത്ത് എനിക്ക് ഒരു സ്പെഷ്യൽ ഫീലിങ്സ് ആണ് കിട്ടാറുള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്ക് ഒരു ഗാർഡനിൽ ഒരു 10 മിനിറ്റ് നമുക്ക് ചിലവഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ഫുള്ളായിട്ട് റീഫ്രഷ് ആവും. അപ്പോൾ ഒരു ചെറിയ ഗാർഡനെങ്കിലും വേണം എന്നത് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാർവെസ്റ്റ് അല്ല പ്രധാനം, ഹാപ്പിനെസ് ആണെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾ ലൈഫ് ഗാർഡനൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഗാർഡനൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കൂടെ ഉണ്ടായിരിക്കാം. പക്ഷേ ഞാൻ പറയണത് അത്ര വലിയ കാര്യമായിട്ട് ആർക്കും തോന്നുന്നില്ലായിരിക്കും. പക്ഷേ ഞാൻ ആണെങ്കിൽ ചെറിയ കാര്യങ്ങളിലേക്ക് വലിയ സന്തോഷം കണ്ടെത്തുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം എനിക്കിങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നത്. അപ്പോൾ നമ്മുടെ ചെടികളൊന്ന് വളരുന്നതും പൂവിടുന്നതൊക്കെ കാണാനായിട്ട് തന്നെ നല്ല ഹാപ്പിനെസ്സാണ് അല്ലേ. നമ്മുടെ ലൈഫ് ഒന്ന് സ്ലോ ആക്കാനായിട്ട് നമുക്ക് ഇതുപോലൊരു കൊച്ചു ഗാർഡൻ മതിയാകും. നമ്മളൊക്കെ ഇന്ന് ബിസി ലൈഫാണ്, എല്ലാവരും ഭയങ്കര തിരക്ക് പിടിച്ചുള്ള ജീവിത രീതിയാണ്. അപ്പോൾ നമ്മുടെ മൈൻഡ് റീഫ്രഷ് ആകാനും നമ്മുടെ ലൈഫ് ഒന്ന് എല്ലാ രീതിയിലും ഒന്ന് റെഡിയാക്കി എടുക്കാനും നമുക്ക് ഒരു കൊച്ചു ഗാർഡൻ ഉണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ എനിക്കാണെങ്കിൽ എൻ്റെ ഗാർഡനിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ആവശ്യമില്ലാത്തൊരു ശബ്ദവും ഇല്ല കേട്ടോ. അവിടെ കിളികളുടെയൊക്കെ ശബ്ദം മാത്രമേ ഉള്ളൂ. അതൊക്കെ നല്ല ഫ്രഷായിട്ട് നമുക്ക് നല്ലൊരു മനസ്സിന് ഉന്മേഷം കിട്ടുന്ന ഒരു ഫീലിങ്സാണ് അതെല്ലാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും തിരക്ക് പിടിച്ച ജീവിതമാണ് എങ്കിൽ പോലും നമുക്കൊരു 10 മിനിറ്റ് നമ്മുടെ ഗാർഡനിലൊന്ന് സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റിയാൽ നമ്മുടെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആകാനായിട്ട്. അപ്പോൾ നമ്മൾ അടുക്കളയിലാണെങ്കിലും നല്ല ജോലിഭാരമുണ്ട്. അത് കഴിഞ്ഞ് ജോലിക്ക് പോകുന്നവരായിരിക്കും വീട്ടമ്മമാരൊക്കെ തന്നെയും. അപ്പോൾ അതിൽ നിന്നെല്ലാം നല്ലൊരു റിലീഫ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ടെൻഷനും സ്ട്രെസ്സും ഒക്കെ അകറ്റാനായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഗാർഡൻ ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. അപ്പോൾ ഇത് നമ്മുടെ വിയറ്റ്നാം ഏർലി പ്ലാവാണ്. അപ്പോൾ നമുക്ക് വർഷത്തിൽ 2 തവണ ഇതിൽ ചക്ക ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ചക്ക പഴുത്ത് കിടക്കുന്നുണ്ടായിരുന്നു, മൂത്തതായിരുന്നു. അപ്പോൾ 2 ചക്കയും കൂടി ഇട്ട് വയ്ക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് അധികം വെജിറ്റബിൾസ് ഒന്നും കിട്ടിയിട്ടില്ല. ഒരു ചെറിയ പാവയ്ക്ക ആദ്യമൊക്കെ ഉണ്ടായത് വലുതായിരുന്നു, അതൊക്കെ ആദ്യം പറിച്ചിരുന്നു. അപ്പോൾ ഒരു പാവയ്ക്ക കിട്ടിയിട്ടുണ്ട്, ഒരു 5-6 പയറും പിന്നെ ചീര അതൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ നമ്മൾ കോഴീനെ വളർത്തുന്നുണ്ട്, അതൊരു വീഡിയോയ്ക്കകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിമുട്ടയും 2 തക്കാളി പഴുത്ത് വന്നിട്ടില്ല കേട്ടോ. പച്ചത്തക്കാളി തോരൻ വയ്ക്കാനും കറിക്കകത്തിടാനും ഒക്കെ നല്ലതാണ്. അപ്പോൾ അതെല്ലാം കൂടെ പിന്നെ ചീരച്ചേമ്പും കൂടെ 2 എണ്ണം മുറിച്ചെടുത്തുകൊണ്ട് പോന്നു. അപ്പോൾ താഴെ ആ തോട്ടിൽ ആണ് നട്ടിരുന്നത് ഇതെല്ലാം കൂടെ. അപ്പോൾ അതെല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ ഞാൻ അപ്പം പൂന്തോട്ടത്തിലേക്ക് വെള്ളം നനയ്ക്കാനായിട്ട് ഇറങ്ങിയേക്കുവാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും തന്നെ രാവിലെയാണ് കൂടുതലും നനച്ച് കൊടുക്കാറ്. രാവിലെ നനച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരും. പിന്നെ നമുക്ക് വൈകുന്നേരവും ആവശ്യമെങ്കിൽ നനച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ സാധാരണ രാവിലെ ഞാൻ ബക്കറ്റിൽ എടുത്താണ് നനയ്ക്കാറ് കേട്ടോ. അപ്പോൾ നമ്മൾ മോട്ടർ അടിച്ചിട്ട് കിട്ടുന്ന വെള്ളം, ഇതിപ്പോൾ രാവിലെ പൈപ്പ് കണക്ഷനിൽ വെള്ളം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഓസ് ഇട്ടിട്ട് നനച്ച് കൊടുക്കുവാണേ. ഇപ്പോഴത്തെ ഭയങ്കര വെയിലല്ലേ. അപ്പോൾ നമ്മുടെ ഈ ചൈനീസ് ബോൾസം ചെടിയൊക്കെ വൈകുന്നേരം ഉച്ച സമയം തന്നെ വാടിയാണ് നിൽക്കുന്നത്. വൈകുന്നേരം തീർച്ചയായും അതിനും കൂടെ നനച്ച് കൊടുക്കണം. ഇന്നിപ്പോൾ ചെറിയ രീതിയിൽ കിട്ടിയ വെജിറ്റബിൾസൊക്കെ പറിച്ചെടുത്തു. പിന്നെ ആവശ്യമില്ലാത്ത ഇലകളെല്ലാം നീക്കം ചെയ്തു. താഴെയാണേലും വെജിറ്റബിൾസിൻ്റെയൊക്കെ. പിന്നെ ചെടികളും നനച്ചു, പച്ചക്കറികളും ഒക്കെ നനച്ചാണ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ചില ദിവസങ്ങളിൽ നമുക്ക് മുളച്ചിരിക്കുന്ന ചെടികളൊക്കെ നടാനുണ്ടാകും, അല്ലെ വെജിറ്റബിൾസൊക്കെ നടാനുണ്ടാകും. ഉള്ള സ്ഥലത്തൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ നട്ട് കൊടുക്കാറുണ്ട്. പൂച്ചെടി ആണേലും പച്ചക്കറി ആണേലും നട്ട് കൊടുക്കാറുണ്ട് കേട്ടോ.
അപ്പോൾ നമുക്ക് ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഗാർഡൻ. നമ്മൾ വളമൊന്നും ഒത്തിരി പുറമേ നിന്ന് വാങ്ങി കഷ്ടപ്പെടേണ്ട. നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റൊക്കെ മതി വളമുണ്ടാക്കിയെടുക്കാനായിട്ട്. അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ചാനലിലുണ്ട് കേട്ടോ. എല്ലാവരും അതൊക്കെ ഇഷ്ടമാണെങ്കിലൊന്ന് കയറി കാണണേ. പിന്നെ പൂച്ചെടികൾക്കൊക്കെ മുട്ടത്തോട് പൊടിച്ചത്, തേയില വേസ്റ്റ്, അങ്ങനെയുള്ള വളങ്ങളൊക്കെ നല്ലതാണ്. അതൊക്കെ നമുക്ക് നിത്യവും അടുക്കളയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളല്ലേ. അതൊന്നും നമ്മൾ വലിച്ചെറിഞ്ഞ് ദൂരെ കളയാതെ എല്ലാം കൂട്ടി വെച്ചിട്ട് അതാത് സമയത്ത് ചെടികൾക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നല്ലതായിട്ട് വളരാനും പൂവിടാനും ഒക്കെ സാധിക്കും കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പഴത്തൊലി ഏറ്റവും നല്ലതാണ്. അത് മുറിച്ചെടുത്ത് ഒരു ടിന്നിൽ ഇട്ട് വെച്ചിട്ട് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്കത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ചെടികൾക്ക് സ്പ്രേ ചെയ്യാനും പറ്റും. ചുവട്ടിൽ ഒഴിച്ചുമൊക്കെ കൊടുക്കാം കേട്ടോ. പഴത്തൊലിയൊക്കെ നമ്മൾ വലിച്ചെറിഞ്ഞ് കളയുന്ന സാധനങ്ങളാണല്ലോ. പിന്നെ നമ്മുടെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ചാരം, എന്നും നമ്മൾ ചാരം അടുപ്പിൽ നിന്ന് വാരാറുണ്ട്. അതൊക്കെ നമുക്ക് മിതമായ രീതിയിൽ നമ്മുടെ പൂച്ചെടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റും. പിന്നെ ചാരം കമ്പോസ്റ്റൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികൾക്ക് പച്ചക്കറികൾക്കൊക്കെ നമുക്കത് വളമായിട്ടൊക്കെ നൽകാനായിട്ട് സാധിക്കും. നന്നായിട്ട് പൊട്ടാസ്യം അടങ്ങിയ വളങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ചെടി നന്നായിട്ട് പൂവിടാനും ഏറെ കായ ഉണ്ടാകാനൊക്കെ അത് നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പച്ചക്കറികളൊക്കെ നടണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും എനിക്ക് സ്ഥലത്തിൻ്റെ പരിമിതിയുണ്ട്. പിന്നെ നമുക്ക് ഉള്ള സ്ഥലത്ത് വെയിലേറും കുറവാണ്. നമുക്കൊരു 5-6 മണിക്കൂറെങ്കിലും വെയിൽ കിട്ടിയിട്ടേ കാര്യമുള്ളൂ പച്ചക്കറികളൊക്കെ ധാരാളമായിട്ടുണ്ടാകാനായിട്ട്. പിന്നെ ഞാനീ പറഞ്ഞ പോലെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അതെല്ലാം നട്ട് വയ്ക്കുന്നത്. അപ്പോൾ നമുക്കതിൽ നിന്ന് കുറച്ചാണേലും വെജിറ്റബിൾസൊക്കെ കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു സന്തോഷവും കൂടുതലുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഹാർവെസ്റ്റ്, അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം, അതൊക്കെയാണ് പറഞ്ഞു പോകുന്നത് അല്ലേ. അപ്പോൾ കൂടുതൽ വളങ്ങളൊക്കെ ചെടികൾക്ക് നൽകാനുള്ളതും അങ്ങനെ ചെടികളുടെ പരിചരണം അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ഇനി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഗാർഡനിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന സമയം ഒരിക്കലും വേസ്റ്റ് അല്ല. ചെറിയ ഗാർഡൻ വലിയ സന്തോഷം.